എങ്ങനെ തോറ്റു എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് CPIM. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ ഒരു തിരിച്ചടിയാണ് അവർക്ക് നേരിട്ടത്. 35 സീറ്റുകളിലേക്ക് LDFന് ഒതുങ്ങേണ്ടി വന്നു. അതിൽ CPIMന് ലഭിച്ചത് വെറും 26 സീറ്റുകൾ മാത്രമാണ്. 98 സീറ്റുകളുമായി അധികാരത്തിലിരുന്ന ഒരു മുന്നണിയാണ് വലിയൊരു തകർച്ചയിലൂടെ 35 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തിയത്. CPM സ്വാഭാവികമായും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം ഭരണം ലക്ഷ്യം കണ്ടിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. അത് അവർ പ്രതീക്ഷിച്ചിരുന്നു, ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ അവർ ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDF 102 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്കെത്തി. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശൻ അന്ന് പറഞ്ഞതുപോലെ, പ്രചരണ സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ 102 സീറ്റുകളുമായിട്ട് 100ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ ഒരു തോൽവിക്ക് പിന്നാലെ CPIMനുള്ളിൽ തന്നെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. CPMന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള MA ബേബി ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്ത ശേഷം സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ ചർച്ചകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവർക്കും, എല്ലാ അംഗങ്ങൾക്കും ചർച്ചയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരമുണ്ടാകണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാകണമെന്നാണ്. അതായത് വിമർശനങ്ങൾ ഉയരുമ്പോൾ വിമർശിക്കുന്നവരെ കണ്ണുരുട്ടി പേടിപ്പിച്ച് അവിടെ ഇരുത്താൻ നോക്കരുത്. അവർക്ക് പറയാനുള്ളത് എല്ലാം പറയാൻ അവസരമൊരുക്കണമെന്നാണ് മുകളിൽ നിന്നും നൽകിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. ഇതുവരെ പൂർത്തിയായ ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. അതിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അതാദ്യമായിട്ടാകും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്നത്. ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണക്കാർ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയും, അതായത് പിണറായി വിജയനും ഒപ്പം സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമാണ്. അവരുടെ ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയ അവരുടെ നിലപാടുകൾ, അതൊക്കെയാണ് ഈ തോൽവിക്ക് കാരണം എന്നാണ് എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും അംഗങ്ങൾ വിമർശിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ഒരു ആവശ്യം ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെല്ലാം ഉയർന്നത് പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണം എന്നതാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയുമെല്ലാം പിണറായി വിജയനെയാണ് തെരഞ്ഞെടുത്തത്. പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷം അംഗങ്ങളും പിണറായി വിജയനെ പിന്തുണച്ചുവെങ്കിലും ഏതാണ്ട് 7 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനെതിരെ നിലപാടെടുത്തു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും PBയിലെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമെല്ലാം ആ തീരുമാനത്തിന് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ചർച്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണം, പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ ഇരുന്നാൽ പാർട്ടി കൂടുതൽ ദുരിതത്തിലേക്ക് പോകും, അല്ലെങ്കിൽ കൂടുതൽ ദുർബലമാകും, കൂടുതൽ തകർച്ചയിലേക്ക് പോകുമെന്നാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. പകരം പുതിയ ഒരാളെ കൊണ്ടുവരണം. 2021 അന്നത്തെ തോൽവിക്ക് പിന്നാലെ UDF VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി നടത്തിയ പരീക്ഷണം പോലെ പുതിയൊരു നേതൃസ്ഥാനം ഉണ്ടാകണം. പുതിയൊരു നേതാവിന് കീഴിൽ പുതിയ ഊർജവുമായിട്ട് മുന്നോട്ട് പോകാൻ LDF തയ്യാറാകണം. അതിന് CPM സന്നദ്ധമാകണമെന്ന വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയുമായിട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്ന ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കാനെടുത്ത തീരുമാനത്തിൽ ഒരു പുനരാലോചനയും ഉണ്ടാകില്ല, ആ തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് MV ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. അത് PB എടുത്ത തീരുമാനമാണ്. അതിന് കേന്ദ്ര കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സംസ്ഥാന സമിതിയുടെയും ഒക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റില്ല, അദ്ദേഹം ആ പദവിയിൽ തുടരും എന്ന ശക്തമായ മറുപടി ഈ വിമർശകർക്ക് MV ഗോവിന്ദൻ കൊടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ചയിൽ MV ഗോവിന്ദൻ തൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ ശരിയായിരുന്നില്ല, അത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അത് ശരീരഭാഷയിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ ഇതിന് കാരണമായിട്ടുണ്ട് എന്ന ഒരു ആത്മവിമർശനം
MP ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. തൻ്റെ മകൻ പോലും തന്നോട് ആ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കാറുണ്ടോ, സ്വന്തം വാർത്താ സമ്മേളനം ഉൾപ്പെടെ കാണാറുണ്ടോ എന്ന ചോദ്യം തൻ്റെ മകൻ പോലും തന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MP ഗോവിന്ദൻ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന് MP ഗോവിന്ദൻ പറയുമ്പോൾ അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയനെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും MP ഗോവിന്ദനും ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒഴിയേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാകണം പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരും എന്ന തീരുമാനം ഉറപ്പിച്ച് തന്നെ MP ഗോവിന്ദൻ പറയുന്നത്.